ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പുനലൂരിൽ നിന്ന് തെങ്കാശിയിലേക്ക് ഒരു യാത്ര പോയാലോ? തെങ്കാശിയിലെ കാശിനാഥ ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഏകദേശം നട തുറന്ന സമയത്തായിരുന്നു ഞങ്ങൾ എത്തിയത്. രാവിലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇരുവശത്തും എല്ലായിടത്തും നല്ല തിരക്കും, ക്ഷേത്രത്തിൽ വരുന്നവരും ദർശനം നടത്തി പോകുന്നവരും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. തെക്കിൻ്റെ കാഴ്ച എന്നാണ് തെങ്കാശിയെ അറിയപ്പെടുന്നത്. 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജാവായ പരാക്രമൻ പാണ്ഡ്യൻ ആണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നും വിശ്വാസം അനുസരിച്ച് പരാക്രമൻ പാണ്ഡ്യൻ കാശിയിൽ നിന്ന് ഒരു ശിവലിംഗം കൊണ്ടുവന്ന് തെങ്കാശിയിൽ ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചു. എന്നാൽ ശിവഭഗവാൻ സ്വപ്നത്തിൽ വന്ന് ഒരു കൂട്ടം ഉറുമ്പുകളെ പിന്തുടരുവാനും അവർ നിൽക്കുന്നിടത്ത് ക്ഷേത്രം പണിയുവാനും നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഇവിടെ ഈ ക്ഷേത്രം വന്നത്. 1990-ൽ 150 അടി ഉയരമുള്ള ഈ ഗോപുരം നിർമ്മിച്ച് പൂർത്തിയാക്കിയിട്ടുള്ളത് 7 നിലകളിലായാണ്. തമിഴ് വാസ്തുശാസ്ത്രത്തിലാണ് ഈ ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ദർശന സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ രാത്രി 8:30 വരെയുമാണ്. അടുത്തയായി ഞങ്ങൾ പോയത് തെങ്കാശിയിലെ മാർക്കറ്റിലേക്കാണ്. ധാരാളം കടകൾ തിങ്ങി നിറഞ്ഞ ഒരു ഇടുങ്ങിയ വഴികളിലൂടെയാണ് തെങ്കാശിയിലെ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും പുനലൂരിൽ നിന്ന് കുറഞ്ഞ ബഡ്ജറ്റിൽ എളുപ്പം ഒരു 1 ഡേ ട്രിപ്പിന് പോവാൻ പറ്റിയ ഒരു പ്ലേസാണ് തെങ്കാശി. തെങ്കാശിയിൽ നിന്നും ഇനിയും യാത്ര ചെയ്താൽ തമിഴ്നാടിൻ്റെ പച്ചപ്പായ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ നമുക്ക് ഒട്ടേറെ കാണാൻ കഴിയും. Thank you for watching. Please subscribe ദൃശ്യവിസ്മയം ചാനൽ.